നമ്മുടെ രാജ്യത്തെ ആകെ വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യത്തെ വലിയ തോതിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനും തകർക്കാനും ആഗ്രഹിക്കുന്ന താരിഫ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ. ശരിക്കും ഇത് ഇപ്പോൾ ഈ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന പോലെ താരിഫ് യുദ്ധം എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഇതൊരു താരിഫ് യുദ്ധമാണ്. അമേരിക്ക 2-3 തരത്തിലാണ് ലോക വ്യാപാര രംഗത്തും അവരുടെ അധീശത്വം നടപ്പിലാക്കാനായിട്ട്, രാഷ്ട്രീയ അധീശത്വം നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് ഡയറക്റ്റായിട്ടുള്ള യുദ്ധമാണ്. ഇഷ്ടമില്ലാത്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ തങ്ങൾക്ക് കൺട്രോൾ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നേരിട്ട് യുദ്ധം അടിച്ചേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഏജൻസി വഴി യുദ്ധം നടപ്പിലാക്കുന്നു. ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നമുക്കറിയാം, മധ്യേഷ്യയിലെ ഇറാന് നേരെ നടന്ന സംഭവങ്ങൾ അറിയാം, മറ്റു പല രാജ്യങ്ങളിൽ നടക്കുന്ന അറിയാം. അതുപോലെ തന്നെ പാലസ്തീന് നേരെ നടക്കുന്ന ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും അറിയാം. ഇങ്ങനെ ഡയറക്റ്റായിട്ട് നടത്തുന്ന യുദ്ധത്തിനേക്കാളും ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ലോകത്തെ ദ ഗ്രേറ്റ് ആയിട്ട് ഞങ്ങൾ നിൽക്കുമെന്നുള്ള ക്യാമ്പയിൻ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ രണ്ടാമത് പ്രസിഡൻ്റ് ആയതിനു ശേഷം അമേരിക്കൻ എക്കോണമിയുടെ വല്ലാത്തൊരു സാമ്പത്തിക തകർച്ച ഉണ്ട്. അത് നേരിടാൻ വേണ്ടിയിട്ട് വളരെ ഒരു മാർട്ട് സ്റ്റെപ്സ്, ഭ്രാന്തമായ സമീപനങ്ങളാണ് എടുക്കുന്നത്. എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്ത തരത്തിലേക്ക് പല രാജ്യങ്ങൾക്ക് നേരെ വരികയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നടത്തുന്ന ഈ വ്യാപാര യുദ്ധത്തിൻ്റെ ഭാഗമായി താരിഫ് വാറാണ്. നേരത്തെ പറഞ്ഞു, താരിഫ് വാർ പറഞ്ഞതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറയേണ്ടതില്ല. ഇപ്പോൾ നേരത്തെ തന്നെ നമുക്ക് 10% അതിൽ താഴെയോ ഒക്കെയുള്ള താരിഫുകൾ 25% ആക്കി. ഇപ്പോൾ റഷ്യൻ പെട്രോളിയം വാങ്ങുന്നതിൻ്റെ പേരിൽ അത് 50% ആക്കി. ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് പറയുകയാണ്. ഇതൊരു വശത്താണെങ്കിൽ അതിനൊപ്പം തന്നെ 100% വരെ സെമി കണ്ടക്ടറുകൾക്ക് നമ്മുടെ ഇവിടുന്ന് കുറച്ചുണ്ട്. ചിപ്പ് കയറ്റുമതി വലിയ തോതിലുള്ളത് കുറച്ച് മറ്റു രാജ്യങ്ങൾക്കാണ്. നമ്മൾ വളരെ വേഗം ആ മേഖലയിലേക്കും കുറച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. കേരളത്തിൽ പോലും ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള പുതിയ കമ്പനികളൊക്കെ ഉദയം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് തന്നെ 100% ആക്കും. സോഫ്റ്റ്വെയർ എക്സ്പോർട്ടിന് നേരത്തെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. സോഫ്റ്റ്വെയറിനെ ബാധിക്കുന്നതുണ്ട് എന്ന് മാത്രമല്ല, അമേരിക്കയിൽ ഇനി ഇന്ത്യൻസും ഒന്നും ജോലി എടുക്കേണ്ട കാര്യമില്ല സോഫ്റ്റ്വെയർ എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞു. നമ്മുടെ എല്ലാം ശ്രദ്ധയിലുണ്ട്. പ്രൊഡക്ഷനകത്ത്, ഇലക്ട്രോണിക്സിനകത്ത് ഇപ്പോൾ ചൈനയെക്കാളും കൂടുതൽ ആപ്പിൾ ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ആപ്പിൾ ഫോൺ അങ്ങോട്ട് വാങ്ങണ്ട, അത് മറ്റ് സ്ഥലത്തെ വഴി നിർമ്മിക്കണം തുടങ്ങി ഇന്ത്യയിലെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ പലതരത്തിലും ബാധിക്കുന്ന കാര്യങ്ങൾ വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ തർക്കമാണ്. ഇന്നലെ ഏതായാലും നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ശക്തമായ നിലപാടെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷേ ആ പറഞ്ഞ കാര്യം എത്രത്തോളം ചെല്ലുമെന്നുള്ളതും ചെയ്യുമെന്നുള്ളതും വേറെ കാണേണ്ട കാര്യമാണ്. എന്തായാലും ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടമാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞതിനെ 100% മുഖവിലേക്ക് എടുക്കുകയാണ് ഞാൻ. പക്ഷേ ഞാനിപ്പോൾ വന്നേക്കുന്ന കണക്കുകളെല്ലാം പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ച് കേരളത്തിന് എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ്? അത് വളരെ ഗുരുതരമായ ഇമ്പാക്റ്റ് ആയിരിക്കും. കേരളത്തിൻ്റെ ആകെ കയറ്റുമതിയിൽ വളരെ പ്രമുഖമായ സ്ഥാനമുള്ള ഒന്ന് ചെമ്മീനാണ്, അല്ലെങ്കിൽ മത്സ്യവിഭവങ്ങളാണ്. നമുക്ക് കാർഷിക വിഭവങ്ങൾ കുറേയേറെ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റൈൽസ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസ്, ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ് അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിനകത്ത് പ്രധാനമായും സ്പൈസസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം കേരളം തന്നെയാണ്. പിന്നെ കശുവണ്ടിയുടെ പഴയതിൻ്റെ അത്രയും ബിസിനസ്സിൽ പല രാജ്യങ്ങളും ഇപ്പോൾ സ്വന്തമായി ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും കശുവണ്ടി പ്രധാനപ്പെട്ട എക്സ്പോർട്ടാണ്. അതിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് മുഴുവനും ഏറ്റവും മേജർ കൺസ്യൂമർ അമേരിക്ക അല്ല. പിന്നെ കശുവണ്ടി പോകുന്നുണ്ട്, കയർ പോകുന്നുണ്ട്, കയർ പിത്ത് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പല രാജ്യങ്ങളിലേക്കും പോകുന്നതിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വലിയ തോതിലാണ്. പിന്നെ ഇത് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് ഇപ്പോൾ നമുക്കറിയില്ല. അത് വരാം. ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ പറ്റിയും ഇപ്പോഴത്തെ ഈ താരിഫ് വാർ എങ്ങനെയാണ് പോകുന്നതിനെ പറ്റിയൊക്കെയുള്ളൊരു വളരെ ഗൗരവതരമായ ചർച്ച നടക്കണം, പഠനം നടക്കണം. ഇപ്പോൾ നമ്മൾ പ്രാഥമിക വിവരങ്ങൾ വെച്ചാണ് പറയുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിൽ നമ്മുടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ സ്റ്റഡീസ് ഉണ്ട്, നമുക്കറിയാം, ഗിഫ്റ്റ്. 16-ാം തീയതി നമ്മളൊരു വലിയ ഇന്ത്യയിലെ തന്നെ പ്രമുഖരുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള റൗണ്ട് ടേബിൾ, അക്കാഡമിക് മീൻസ് എക്സ്പോർട്ടേഴ്സ്, അക്കാഡമിക് എക്കണോമിസ്റ്റുകൾ, അങ്ങനെ ബന്ധപ്പെട്ടവരുടെ റൗണ്ട് ടേബിൾ വെക്കുന്നുണ്ട് കേരളത്തിൽ. അത് കുറച്ചുകൂടെ വിശദമായ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് ടേബിൾ. ഗവൺമെൻറ് തന്നെ അത് ഒരു സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കണക്കുകൾ കിട്ടും. ഇന്ത്യയിലാകെ ഈ ചർച്ച നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ പുറകിൽ ഇനിയും ധാരാളം കാര്യങ്ങളുണ്ടെന്നുള്ളതാണ്
ധനകാര്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ സംശയിക്കുന്നത് കേരളത്തിൻ്റെ താല്പര്യങ്ങളെ ഉൾപ്പെടെ ബാധിക്കുന്ന അതാണ് ഞാൻ പ്രധാനമായിട്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞ 2 ദിവസമായിട്ട് വാർത്ത വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കേരളത്തിൻ്റെ കോവിഡ് കാലത്തെ അതിനുശേഷമുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയൊരു സ്റ്റഡിയിൽ ഞാനവിടെ പറഞ്ഞു, കോവിഡ് ഉണ്ടാക്കിയ ഇക്കണോമിക് ഇമ്പാക്റ്റിനേക്കാളും വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഇപ്പോഴത്തെ ട്രേഡ് വാർ ഉണ്ടാക്കുന്നതെന്നുള്ള അഭിപ്രായം പറഞ്ഞു. അന്നേരം ഈ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ അനൗൺസ്മെൻറ്റുകൾ വരുന്നത്. അക്കാര്യത്തിൽ ഇപ്പോൾ ആർക്കും സംശയമില്ല. പക്ഷേ നമ്മളീ കാണുന്ന അങ്ങോട്ടുള്ള എക്സ്പോർട്ട് മാത്രമല്ല അവരുടെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ മറവിൽ ഇങ്ങോട്ടുള്ള ഇമ്പോർട്ട് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ ബാർഗെയിനിങ് ഇതിപ്പം പല ഇംഗ്ലീഷ് പത്രങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും പറഞ്ഞേക്കുന്ന ഒരു ബുള്ളിങ് ആണ്, ഒരു വിരട്ടലാണ്. വിരട്ടി പിടിക്കുക എന്നുള്ളതുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളൊരു ബുള്ളിങ് പ്രോസസ്സാണ്. ഇങ്ങോട്ടുള്ള ഇമ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ചുകൂടി അവസരം ഒതുക്കുക എന്നുള്ളതാണ്. ആദ്യം 25 പറയും, പിന്നെ 50 പറയും, പിന്നെ കോംപ്രമൈസിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യും. ഈ ഇന്ത്യയെയും ബ്രസീലിനെയും അതുപോലെ ചില രാജ്യങ്ങളെയാണ് ഇത് കണക്കുകൾ പറയേണ്ടത്. അതിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് എടുക്കുന്നതിനേക്കാളും കൂടുതൽ ടാക്സ് ഇപ്പോൾ നമുക്കുണ്ട് പല കാര്യങ്ങളിലും. അമേരിക്ക പെട്രോളിയം ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്ക പല ആണവ ഉപകരണങ്ങൾക്ക് ആവശ്യമായ പല വിഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഇതേ റഷ്യയിൽ നിന്നും ഒക്കെ. അപ്പോൾ യഥാർത്ഥ ഇഷ്യൂ നമ്മുടെ ഈ എന്തെങ്കിലും ഒരു പ്രത്യേക ലോക നിയമത്തിനെ തെറ്റിച്ചല്ല. ഇന്ത്യയെ ഒന്നും വിരട്ടിപ്പിടിച്ചാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ചൈനയും നമ്മളും. ചൈന അങ്ങനെ അവർക്ക് അങ്ങ് കടന്നു കയറി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ലോക വ്യാപാരത്തിലും തന്നെ ചൈനയ്ക്ക് നല്ല മുൻകൈയുണ്ട്. നല്ലതുപോലെ പർച്ചേസിംഗ് പവറുള്ള ലോകത്തെ ഏറ്റവും വലിയ എക്കണോമിയാണ്, ഫ്രീ എക്കോണമിയാണ് ഇന്ത്യ. ഈ ഇന്ത്യയിൽ പഴയ ഒരു സ്ഥിതിയിലല്ല. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായപ്പോഴേക്കും ഘട്ടം ഘട്ടമായി നമ്മുടെ ഡെവലപ്മെൻറ്റ് വന്നിട്ട് പല സ്റ്റേറ്റുകളും ഇപ്പോൾ കേരളം എടുത്താൽ തന്നെ കൺസംഷൻ്റെ കാര്യത്തിൽ മോണിറ്ററിയായി തുക ചിലവാക്കുന്ന കാര്യത്തിലല്ല, പക്ഷേ ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട് യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും അടുത്തേക്ക് എത്താവുന്ന ജീവിത നിലവാരമുണ്ട് നമുക്ക്, നമ്മുടെ സൗകര്യങ്ങൾ. അങ്ങനൊരു എക്കണോമി ഇന്ത്യയിലെ ഒരു 10-20% പേരെ തന്നെ കിട്ടുകയാണെങ്കിൽ എത്ര, ആ ഒരു എക്കണോമിയിലേക്ക് കടന്നു കയറാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇമ്പോർട്ടിൻ്റെ കാര്യത്തിൽ വരുന്ന കാര്യങ്ങളാണ് പ്രധാനമായി വരാൻ പോകുന്നത്. വരാൻ പോകുന്നതിനെപ്പറ്റി മുൻകൂട്ടി നമ്മളൊരു മുൻകൈ എടുക്കുന്നത് വളരെ പ്രധാനമാണെന്നുള്ളതുകൊണ്ട് പറയുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടം നിങ്ങൾ നോക്കിക്കോളൂ. ഈ കഴിഞ്ഞ 1 മാസത്തിനകമാണ്, 1.5 മാസത്തിനകമാണ് നമ്മുടെ UK-യുമായിട്ടുള്ള ഇന്ത്യ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ കാര്യങ്ങൾ വന്നത്. അതിനകത്ത് കുറേ ഐറ്റങ്ങളുണ്ട്. ആ വാർത്തയിൽ 2 കാര്യങ്ങൾ വലിയ തോതിൽ വാർത്തയായിട്ട് വന്നു. ഒന്ന്, വിലയേറിയ കാറുകൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് 100% വരെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നതിനെ 10%-ലേക്ക് എത്തിച്ചു. ജഗ്വാറും പിന്നെ ലാൻഡ് റോവറും പോലുള്ള കാറുകൾ. ഏറ്റവും വിലയേറിയ വിസ്കി, 2 കാര്യങ്ങൾ എടുത്തു വന്ന വാർത്ത എൻ്റെ പഴയ പത്രത്തിൽ ഒരാഴ്ച 1 മാസം മുമ്പൊന്നും പത്രമായിരിക്കുന്നത്. വിലയേറിയ വിസ്കി പോലുള്ള ഐറ്റങ്ങൾ 150% ഉള്ളത് 75% ആക്കി തുടങ്ങിയ കാര്യങ്ങൾ വന്നത് നമ്മുടെ കണക്കുകളിൽ വന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് അയക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് കാർഷിക സാധനങ്ങൾ അയക്കാം, ഇംഗ്ലണ്ടുമായിട്ടുള്ള എഗ്രിമെൻറ്റാണ്. ഇന്ത്യയിൽ നയിക്കുന്ന കാർഷിക സാധനങ്ങൾ അവിടെ കോമ്പീറ്റ് ചെയ്താലല്ലേ വിൽക്കാൻ പറ്റുള്ളൂ, ടാക്സ് കുറച്ചാലും. ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നതിനേക്കാളും പലപ്പോഴും കോമ്പീറ്റ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് വഹിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയിലെ ആഭ്യന്തര ഉപഭോഗത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓട്ടോമൊബൈൽസാണ്, മണി വാല്യൂവിൽ. ഇപ്പോൾ കേരളത്തിൻ്റെ GST എടുത്താലും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആകെ GST എടുത്താലും GSTയിൽ 1ാം സ്ഥാനം ഏകദേശം നിൽക്കുന്നത് ഓട്ടോമൊബൈലിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. ആ ഓട്ടോമൊബൈലിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത്രയേറെ ഏത് ഡെവലപ്പിംഗ് എക്കണോമിയിലും ഓട്ടോമൊബൈൽ പ്രധാനപ്പെട്ട കാര്യം. ആ ഓട്ടോമൊബൈലിൻ്റെ കാര്യത്തിൽ പുറത്തുനിന്ന് കാറ് വരുമ്പോൾ എൻ്റെ കയ്യിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ന്യൂസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ വണ്ടി മേടിക്കുന്നവർക്ക് വലിയ ഗുണമാവും, ഇത് ലാഭമാവും എന്ന് പറഞ്ഞിട്ട് അന്നത്തെ. പക്ഷേ എങ്ങനെയാണത് ഇമ്പാക്റ്റ് ചെയ്യുക? ഈ വാഹനങ്ങൾ മാത്രമല്ല, EVs, ഇലക്ട്രിക് വെഹിക്കിൾസ്, അതിനകത്ത് ടെസ്ലയ്ക്ക് വേണ്ടി ഉൾപ്പെടെ. ടെസ്ല നിങ്ങൾക്കറിയാം അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ട് എന്താ ബന്ധം എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇലോൺ മസ്കിൻ്റെ വ്യവസായത്തെ പറ്റി അറിയാം. അതിനുൾപ്പെടെ ഇവിടേക്ക് വരുമ്പോൾ വലിയ തോതിൽ ടാക്സ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്യാനാണ് എല്ലാ ഗവൺമെൻറ് ശ്രമിക്കുക. ഇവിടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ ഏത് വലിയ കമ്പനി ആയിക്കോട്ടെ, ടെസ്ല ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലാൻഡ് റോവർ ആയിക്കോട്ടെ, ജഗ്വാർ ആയിക്കോട്ടെ, ഇവിടെ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ധാരാളം ആൾക്ക് ജോലി കിട്ടും. ജോലി കിട്ടുമ്പോൾ അതിൻ്റെ സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കും, ജോലി കിട്ടും. ടെക്നോളജിയുടെയൊക്കെ വിലയും മറ്റു ട്രാൻസ്ഫറൊക്കെ ലാഭം അങ്ങോട്ട് പോകുമെങ്കിലും ഈ ജോലി കിട്ടും. ഇതിന് പകരം
അവിടുന്ന് നേരെ 2 കോടി രൂപയുടെ 3 കോടി രൂപയുടെ കാർ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പം ഇവിടെ നിന്നുള്ള പണം അങ്ങോട്ട് പോകത്തേ ഉള്ളൂ. ഒരാൾക്കും ജോലി കിട്ടില്ല. ആ ജോലി കിട്ടിയില്ലെങ്കിൽ ഇവിടെ എക്കണോമിയെ ബാധിക്കും. ടാക്സ് കുറയുമ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എക്സ്ചക്കറിലേക്ക് വരേണ്ട, ഗവൺമെൻറ്റുകളുടെ എക്സ്ചക്കറിലേക്ക്, സ്റ്റേറ്റ് സെൻറ്ററിൻ്റെയും വരേണ്ട പണം കുറയും. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു ലോങ് ടൈം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ നമ്മുടെ സാമ്പത്തിക രംഗത്തെ ബാധിക്കും. ഇപ്പം തന്നെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഈ വെഹിക്കിൾസ് ഇറക്കുന്നത് ഓൾറെഡി ഇംഗ്ലണ്ടുമായിട്ട് വന്നു. ഇനിയിപ്പം അവരുടെ മനസ്സിലുള്ളത് പാലുൽപ്പന്നങ്ങൾ ഉൾപ്പെടെ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവും എന്ന് ആശങ്കപ്പെടുന്നു. നമ്മൾ എത്ര കോമ്പീറ്റ് ചെയ്താലും ആസ്ട്രേലിയ എന്നുള്ള പാലിൻ്റെയും നമ്മുടെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നോർവേയും ഫിൻലാൻഡും സ്വീഡനും ഒക്കെ പാലുൽപാദനത്തിൻ്റെ കാര്യത്തിൽ വളരെ മെച്ചമാണ്. സമുദ്രോൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ മെച്ചമാണ്. അവരുടെ മാർക്കറ്റിൽ വിൽക്കുന്ന സാധനങ്ങളെക്കാളും വില കുറച്ച് വിൽക്കാൻ പറ്റില്ല. ആസ്ട്രേലിയയിൽ ആണ് ഏറ്റവും ചിലവ് കുറഞ്ഞ, വില കുറഞ്ഞ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതും കയറ്റി അയക്കുന്നതും. ലോക മാർക്കറ്റിലതെ ഇറച്ചി ഉൾപ്പെടെ പലപ്പോഴും കയറ്റി അയക്കുന്നതിന് ആസ്ട്രേലിയയ്ക്ക് ഒരു മുൻകൈയുണ്ട്. അതിനോട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിന്നുള്ള സാധനം ഇങ്ങോട്ട് ഇറക്കിയാൽ നമ്മുടെ പശു കൃഷിക്കാരുടെ സ്ഥിതി എന്താവും? കേരളത്തിൽ മാത്രം 14 ലക്ഷം ക്ഷീര കർഷകരുണ്ടെന്നാണ് കണക്ക്. അത്രയും പേര് ജീവിക്കുന്ന ആ ക്ഷീരകൃഷി കൊണ്ടാണ്. നമ്മുടെ മിൽമ 50 രൂപയ്ക്കടുത്തും പൊതു മാർക്കറ്റിൽ 60 രൂപയ്ക്കടുത്തും പാലിന് വിലയുള്ളിടത്താണ് 30 രൂപ വിലയുള്ള പാല് വരിക എന്ന് പറയുന്ന ഒരു അപകടം ഉണ്ടാവാമെന്നാണ്. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഓട്ടോമൊബൈൽസ് UK നിന്ന് വന്നു തുടങ്ങി. ഇപ്പോഴത്തെ ട്രേഡ് താരിഫ് വാറിൻ്റെ ഭാഗമായി അമേരിക്കൻ ഭരണകൂടം ആഗ്രഹിക്കുന്നത് അങ്ങോട്ടുള്ള എക്സ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ഇമ്പോർട്ടിൻ്റെ നികുതി വലിയ തോതിൽ കുറയ്ക്കും. നമുക്ക് ഇൻ്റർനാഷണൽ ട്രേഡിൽ, ബാലൻസ് ഓഫ് ട്രേഡിൽ കുറച്ച് മെച്ചമുണ്ട് അമേരിക്കയായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ അന്തർദേശീയ വ്യാപാരത്തിൽ കുറച്ച് മിച്ചം വരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. നമുക്കിവിടെ ആകെയുള്ള കച്ചവടത്തിൻ്റെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടുള്ള ഒരു രാജ്യങ്ങളിലൊന്നാണ്. അപ്പോൾ അവരുടെ ആ വ്യാപാര മിച്ചം, നമുക്ക് കിട്ടുന്ന വ്യാപാര മിച്ചം, എക്സ്പോർട്ടിൻ്റെ മിച്ചമൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് വരും. അപ്പോൾ ഇത് ഒരു കാര്യമാണ്. ഇതിനേക്കാളും അപകടകരമായൊരു കാര്യം കൂടി ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ടെന്നാണ് ഞാൻ ആശങ്കപ്പെടുന്നതും ഭയക്കുന്നതും. അതും തുറന്നു പറഞ്ഞു പോകുന്നതാണ് നല്ലത്. അത് ഇമ്പോർട്ടിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇന്ത്യയിലെ ഇൻറ്റേർണൽ ടാക്സ് സിസ്റ്റം, ടാക്സ് റേറ്റ് താരിഫ്സ്, അതിനെ റീസണബിൾ ആക്കണമെന്നുള്ള ശക്തമായ വാദം ഇത്തരം വലിയ സമ്പന്ന രാജ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യയിൽ ടാക്സിന് 4 സ്ലാബുണ്ട്. GST വന്നതോടുകൂടി തന്നെ സ്റ്റേറ്റുകൾക്ക് വന്ന നഷ്ടം നിങ്ങൾക്കറിയാം. കേരളത്തിന് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാ രാജ്യങ്ങൾക്കും, എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടിക്കൊണ്ടിരുന്നത് ആകെയുള്ള നികുതി എന്ന് പറഞ്ഞാൽ റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് വരെ സെയിൽ ടാക്സ് ഉണ്ടായിരുന്ന കാലത്ത്, വാറ്റ് ഉണ്ടായിരുന്ന കാലത്ത് 100 രൂപയുടെ സാധനം വിൽക്കുമ്പോൾ 15 രൂപ ടാക്സ് ആയിരുന്നു. അതാണ് റവന്യൂ ന്യൂട്രൽ റേറ്റ്. അത് പ്രൊട്ടക്റ്റീവ് എന്നാണ് GST സമയത്ത് പറഞ്ഞത്. ഇപ്പോൾ എല്ലാ തീരുമാനം എടുക്കുന്നത് GST കൗൺസിലാണ്. സെൻട്രൽ ഗവൺമെൻറ്റാണ് അതിനകത്ത് കൂടുതൽ റോള്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പലപ്പോഴായിട്ട് ടാക്സ് കുറച്ചു. ഇപ്പോൾ 10% മേളിലേ ഉള്ളൂ റവന്യൂ ന്യൂട്രൽ റേറ്റ്. എന്ന് വെച്ചാൽ 1/3 ടാക്സ് കുറഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിക്കും, ടാക്സ് കുറഞ്ഞപ്പോൾ സാധാരണ കസ്റ്റമേഴ്സിന് നല്ല ഗുണമായില്ലേ? അതിന് കേരള ഗവൺമെൻറ് ഒരു സ്റ്റഡി നടത്തിയിരുന്നു. ഞങ്ങൾ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് 25 ജനങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു. ഏറ്റവും വില കൂടിയ ലക്ഷറി ഐറ്റങ്ങൾ, അതിന് ടാക്സ് കൂടുതലുണ്ടായിരുന്ന ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള പിന്നെ മൊബൈൽസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾ, ഫ്രിഡ്ജ്, അങ്ങനെ പലതിനും അതുപോലെ ലക്ഷറി ഐറ്റങ്ങളുടെ ടാക്സ് അവർ കുറച്ചു. ആ ടാക്സ് കുറച്ചപ്പോൾ നമ്മൾ വിചാരിച്ചത് 10% ടാക്സാണ് കുറച്ചത്, ഫ്രിഡ്ജ് പോലെയുള്ള വലിയ 50,000-ൻ്റെ 60,000-ൻ്റെ. ഇത് കസ്റ്റമേഴ്സിന് കിട്ടിയെന്ന് ഞങ്ങൾ പരിശോധിച്ചു. 25 ഇനം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ, GST ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ചപ്പോൾ വിലയിൽ ഒരു കുറവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ലാഭത്തിന് അവർ വില കുറച്ചില്ല, ടാക്സിൻ്റെ കുറവ് വന്നത് കമ്പനികളുടെ പ്രോഫിറ്റിലെടുത്തു എന്നുള്ളത് റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് ഞങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ടാക്സിൻ്റെ പല കട്ടിങ്ങും ജനങ്ങൾക്ക് ഗുണമുണ്ടായിട്ടില്ല. അതിൽ GST വന്നപ്പോൾ ഉണ്ടായ ഭീമമായ നഷ്ടം, അതിൻ്റെ അപകടം ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനം നേരിടുകയാണ്. GST കോമ്പൻസേഷൻ നിർത്തിയോടുകൂടി സംസ്ഥാനത്തിന്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിന് വലിയ നഷ്ടമുണ്ട്. ഇന്നലെ രാജ്യസഭയിൽ വന്ന മറുപടിയിൽ, ഇന്നലെ വന്ന വാർത്തയിൽ, കേരളത്തിന് ഒരു സമയത്ത് കേരളത്തിൻ്റെ പോപ്പുലേഷൻ 3.8% ആയിരുന്ന സമയത്ത് കിട്ടിയിരുന്നതിൽ നിന്നും ഏകദേശം 3.8% നമുക്ക് ആകെയുള്ള ഇന്ത്യയിൽ താഴോട്ട് കൊടുക്കുന്ന നികുതിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നതിൽ നിന്ന് ഇപ്പോൾ അത് 1.9 എന്നുള്ളതൊക്കെ ഇന്നലത്തെ പാർലമെൻറ്റ് മറുപടിയിലുണ്ട്. നമ്മളിവിടെ അസംബ്ലി പറയുന്നതാണ്, പാർലമെൻറ്റ് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ GST വന്നതിൻ്റെ ഭാഗമായിട്ടും ഇത് വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നഷ്ടങ്ങളുണ്ട്. ആ നഷ്ടങ്ങൾ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഈ ഇന്ത്യയിലെ 4 നിരക്കുള്ള ടാക്സിനെ വീണ്ടും അത് റാഷണലൈസ് ചെയ്യണമെന്നുള്ള ഇൻ്റർനാഷണൽ ലോബിയിങ്ങിൻ്റെ വളരെ വലിയ നിർബന്ധമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അത് നേരിടാൻ പോവുകയാണ്.
എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈലിന് വലിയ ടാക്സ് ഇവിടെ ഇന്റേണലി തന്നെ. EVക്ക് ഇലക്ട്രിക് വെഹിക്കിൾസിന് കുറവാണ്. പക്ഷേ ഏറ്റവും വലിയ ടാക്സ് ഉള്ള പുകയില ഉൽപ്പന്നങ്ങളുണ്ട്, ഈ നമ്മുടെ ബോട്ടിൽഡായിട്ടുള്ള എയറേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് വെച്ചാൽ കൊക്കക്കോള അതുപോലെയൊക്കെയുള്ള കോളകളുണ്ട്. മറ്റ് ചില സാധനങ്ങൾ ഹൈ ടാക്സ് ഉണ്ട്. ഓട്ടോമൊബൈലിനും വലിയ ടാക്സാണുള്ളത്. വണ്ടികളുടെ വലുപ്പം അനുസരിച്ചും വിലയനുസരിച്ചും വ്യത്യാസം വരും. ഞാനിപ്പോൾ മുൻകൂട്ടി സംശയിക്കുന്നത് ഇതിനൊക്കെ ടാക്സ് കുറയ്ക്കണം എന്ന് നിർബന്ധം വരും. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകളുടെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും നികുതി വരുമാനത്തിൽ വലിയ ഇടിവ് വരും. സെൻട്രൽ ഗവൺമെൻറ്റിന് സ്വന്തമായിട്ട് നോട്ടടിക്കാൻ അവകാശമുണ്ട്, അവർക്ക് ടാക്സ് ഉണ്ട്, അവർ ഇത് എക്സൈസ് ഡ്യൂട്ടി മേടിക്കുക എല്ലാം മേടിക്കുക. സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനം ഫർദർ വീണ്ടും സ്ക്യൂസ് ചെയ്യപ്പെടും. ഇപ്പം തന്നെ സ്ക്യൂസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് വീണ്ടും. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് മുഴുവൻ വിദേശത്തുനിന്ന് ഇവിടെ കൊണ്ടുവന്ന് സാധനം വിൽക്കുന്നവർക്ക് അനുകൂലമായ കാര്യം വരാനാണ്. ടാക്സും സംസ്ഥാനങ്ങളുടെ വരുമാനവും സെൻട്രലിൻ്റെ വരുമാനവും ഇല്ലെങ്കിൽ കൂടുതൽ ആളെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കൂടുതൽ സർവീസസ് കൊടുക്കാൻ പറ്റത്തില്ല, ഹെൽത്തിലും എഡ്യൂക്കേഷനിലും കൊടുക്കാൻ പറ്റില്ല, PSCയിൽ ആളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനൊക്കെ ബാധിക്കും, എല്ലായിടത്തും ബാധിക്കും. അല്ല ഇത് അവിടുന്ന് വരുന്നൊരു സാധനം വില കുറച്ച് കിട്ടാവുന്നുള്ളതല്ല വിഷയം. ടാക്സ് വന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് ഇവിടെ ചില വാർത്തകൾ വന്നുകൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റ് വന്നുകൊണ്ട് ഇന്ത്യയിലാകെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നടന്ന അപ്പോയിൻമെൻറ്റിൽ PSC അപ്പോയിൻമെൻറ്റ് ഇന്ത്യയിലാകെയുള്ളതിൻ്റെ 60% കേരളത്തിലാണ് നടന്നത്. 3% ജനങ്ങളുള്ള സംസ്ഥാനത്ത് 60% PSC അപ്പോയിൻമെൻറ്റ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇപ്പോൾ തന്നെ നടത്തുന്നില്ല. കേന്ദ്രത്തിൽ 10 ലക്ഷം വേക്കൻസി ഒഴിഞ്ഞു കിടക്കുക. ഇവിടെ ഇതെല്ലാം നടത്തുന്നു, ശമ്പള പരിഷ്കരണം കൊടുക്കുന്നു, ഇവിടെ മെഡിസെപ്പ് പോലുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ മേഖലയിൽ വലിയ തോതിൽ നടക്കുന്നു. നമ്മുടെ 42 ലക്ഷം കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ചികിത്സ ചെയ്യുന്ന ഏറ്റവും സാധാരണക്കാർക്കായിട്ടുള്ള കാരുണ്യ പദ്ധതിയുണ്ട്, SHA പദ്ധതിയുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ഈ 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സ്റ്റേറ്റ് കേന്ദ്രത്തിൻ്റെ ഈ പല നിലപാടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെല്ലാം നേരിട്ടുകൊണ്ട് ഈ കാര്യം നടത്തുകയാണ്. എല്ലാ സ്റ്റേറ്റുകളും അവരവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ അവർ ഒതുങ്ങി നിന്നാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ടാക്സ് കട്ടൂടെ വന്നാൽ, അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ് കൂടെ വന്നാൽ ഉണ്ടാവുന്ന അപകടം വലുതാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളാണ്. അല്ലാതെ ഇപ്പോൾ 25%, 50% എന്ന് പറഞ്ഞിട്ട് ട്രംപ് ഓരോ ദിവസവും പേപ്പർ ഒപ്പിട്ടിട്ട് പറയുന്നതല്ല വിഷയം. ഇന്ത്യൻ എക്കണോമിയെ ബ്രിട്ടീഷുകാർ കോളനിവൽക്കരിക്കുന്ന കാലത്തുണ്ടായിരുന്ന തരത്തിൽ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്കും ചൂഷണത്തിലേക്കും കൊണ്ടുപോകുന്നതിൻ്റെ ചില സ്റ്റെപ്പുകൾ ഇതിൽ പ്രകടമാകുന്നുണ്ടോ എന്നുള്ളതുകൊണ്ട് മുഴുവൻ ജനങ്ങൾ ഒരുമിച്ച് ഇതിനെ നേരിടണം. എന്തായാലും ഇന്ത്യയുടെ ഗവൺമെൻറ്, പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹവും ഗവൺമെൻറ് ശ്രമിക്കണം. കാരണം ഇതിന് കീഴ്പ്പെടുക എന്ന് പറയുന്നതല്ല വേണ്ടത്. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് നികുതി നമുക്ക് കൂട്ടാം. നമ്മളൊരു ദുർബലമായ എക്കണോമിയൊന്നുമല്ല, ദുർബലമായൊരു രാജ്യവുമല്ല. അമേരിക്കയുടെ എത്ര ഇരട്ടി ജനസംഖ്യ ഉണ്ട് നമുക്ക്. നമ്മുടെ കൺസംഷൻ പാറ്റേണിൽ തന്നെ വർധനം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഓരോ ആളും ഒരു 100 രൂപയുടെ സാധനം അധികം മേടിക്കാൻ, 1000 രൂപയുടെ സാധനം അധികം മേടിക്കാൻ ഒരു വ്യക്തിക്ക് 1000 രൂപയുടെ സാധനം അധികം മേടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ എക്കണോമി ഒന്ന് വലുതായാൽ എത്രത്തോളം നമുക്ക് ആ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനെ നേരിടാൻ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. ഇങ്ങനെ ഇതിന് പലതരത്തിലുള്ള നിർബന്ധങ്ങൾ ഇനി വരും. ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടൊന്നും വ്യത്യസ്തമായ അഭിപ്രായമൊന്നും വരേണ്ട കാര്യമില്ല. ഇതിനകത്തായാലും പുറത്തായാലും രാജ്യത്തിൻ്റെ താല്പര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഈ നികുതി പരിഷ്കരണത്തിൻ്റെയും ഏകാധിപത്യപരമായ നികുതി ഡയറക്ഷൻ്റെയും നികുതി പ്രഖ്യാപിച്ച യുദ്ധത്തിൻ്റെ പോലെ തന്നെ പ്രഖ്യാപിക്കാത്ത യുദ്ധമായി നടത്തുന്ന ഈ താരിഫ് വാറിൻ്റെയും പിന്നിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് നേരിടേണ്ട ഒരു പ്രശ്നമാണെന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയാനായിട്ട് വിളിച്ചത്.